മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ ഇരട്ട പദവി എന്ന ആരോപണം. കെ ജയകുമാറിനെതിരെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി. ബി അശോക് IAS ആണ് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഹർജി നൽകിയത്. സർക്കാർ പദവിയിൽ ഇരിക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത്. അതേസമയം തന്റെ നിയമനത്തിന് ഉത്തരവാദി സർക്കാരാണെന്നും മറ്റൊരാൾ എത്തും വരെ IMG പദവിയിൽ തുടരുമെന്നും കെ ജയകുമാർ പ്രതികരിച്ചു. ഇരട്ട പദവി ചൂണ്ടിക്കാട്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്നാണ് കോടതിക്ക് മുന്നിലെ ഹർജി. ബി അശോക് IAS ആണ് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഹർജി നൽകിയത്. സർക്കാർ പദവിയിലിരിക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായത് ചട്ടവിരുദ്ധമാണെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. IMG ഡയറക്ടറായിരിക്കെ ബോർഡ് പ്രസിഡന്റായത് ചട്ടവിരുദ്ധമെന്നാണ് ആക്ഷേപം. അതേസമയം ഇരട്ട പദവി ഇല്ലെന്നും ബോർഡ് പ്രസിഡന്റ് ആയതിൽ ചട്ടലംഘനമില്ലെന്നും കെ ജയകുമാർ പറയുന്നു. രണ്ടിടത്തും ആനുകൂല്യം പറ്റുന്നില്ലെന്നും IMG ഡയറക്ടർ പദവിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ ആളെ നിയമിക്കുമെന്നും ജയകുമാർ വ്യക്തമാക്കി. സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിനെതിരെയാണ് ഈ ഹർജി. അത് സർക്കാർ ഉചിതമായ രീതിയിൽ അതിൻ്റെ മെഷീനറി ഉപയോഗിച്ച് മറുപടി പറയും. ഒരു സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ഇരിക്കുന്നു. അവിടെ IMGയിൽ ഞാൻ തുടരുന്നു എന്നുള്ള ശരിയാണ്. രണ്ടിടത്തുനിന്ന് ശമ്പളം വാങ്ങുന്നില്ല, എന്തായാലും ഒരിടത്തുനിന്നേ വാങ്ങുന്നുള്ളൂ. ദേവസ്വം ബോർഡിൽ നിന്ന് ഞാനൊന്നും വാങ്ങുന്നില്ല. ഇപ്പോൾ അവിടെ എനിക്ക് പകരമായ ഒരാളെ ഈ ഉടനെ തന്നെ ഗവൺമെൻറ് പോസ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് ഇവിടെ ചാർജ് എടുക്കുമ്പോൾ എനിക്ക് തന്ന ധാരണ. അതുവരെ തൽക്കാലത്ത് അത് ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സർക്കാരാണ് അതിന് മറുപടി പറയേണ്ടത്. സർക്കാർ അത് ഉചിതമായ രീതിയിൽ പറയും. ജയകുമാറിനെതിരെ ബി അശോക് IAS ഹർജി നൽകിയത് സ്വാഭാവികമായും ചെയ്യാൻ പാടില്ലാത്തതാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നത് നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവുക. ഇവിടെ ശ്രീ ജയകുമാർ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം ഇപ്പോൾ IAS റിട്ടയേർഡാണ്. അപ്പോൾ റിട്ടയേർഡായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ അദ്ദേഹം. ആ നിലക്ക് സർവീസിൻ്റെ ഭാഗമാണ് എന്ന് പറയാനാവില്ല. പിന്നെ ജയകുമാറിനെ പോലൊരാളെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കി എന്ന് പറയുമ്പോൾ അതിന് നല്ല പൊതു സ്വീകാര്യതയാണ് ഉണ്ടായത്. ജയകുമാറിന്റെ നിയമനം ചട്ടലംഘനം തന്നെയെന്ന് ബി അശോക് IAS പ്രതികരിച്ചു. IMG പദവി ഒഴിഞ്ഞ ശേഷം വേണമായിരുന്നു ചുമതല ഏറ്റെടുക്കാനെന്ന് പറഞ്ഞ ബി അശോക് ജയകുമാറിന്റെ IMG ഡയറക്ടർ നിയമനവും ചട്ടലംഘനമെന്ന് ആരോപിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ ദേവസ്വം ബോർഡിന്റെ നഷ്ടമായ മുഖം രക്ഷിക്കാൻ മുൻ ചീഫ് സെക്രട്ടറിയെ കളത്തിലിറക്കിയ സർക്കാരിന് IAS തലപ്പത്തെ പോര് തലവേദനയാകുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.